गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुर्साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। अद्वैतानंद चिन्मात्र ज्योतिर्नारायणात्मकं चकास्तु धर्मबोधाय നിത്യമവ്യാഹതാത്മനാം. എല്ലാ സജ്ജനങ്ങൾക്കും സാദര നമസ്കാരം. ശ്രീനാരായണ ധർമ്മം എന്ന കൃതിയാണ് നമ്മൾ അധ്യയനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കൃതിയിൽ രണ്ടാം അധ്യായത്തിൽ വരുന്ന 15-ാമത്തെ ശ്ലോകത്തില് ശിഷ്യഗണങ്ങള് ഗുരുദേവന് മുമ്പാകെ സംശയങ്ങളെ ചോദിക്കുന്നുണ്ട്. മുഖ്യമായിട്ടും 3 പ്രകാരത്തിലുള്ള കാര്യങ്ങളിൽ കാണുന്ന വൈരുദ്ധ്യങ്ങൾ. ഈ വൈരുദ്ധ്യങ്ങളെ എങ്ങനെ മനസ്സിലാക്കാം, അവയെ ഏതൊക്കെ പ്രകാരത്തിൽ സമന്വയം ചെയ്യാം എന്നായിരുന്നു ശിഷ്യന്മാരുടെ സംശയത്തിന്റെ അടിസ്ഥാനം. മതേ ദ്വേഷാത് ജാതൗ വിരോധാത് ഈശേ വികൽപ്പനാത്. മതങ്ങൾ തമ്മിലുള്ള പരസ്പര വിദ്വേഷം കാണുന്നു. അതിനാൽ ലോകത്തിൽ നിലനിൽക്കുന്ന അനേകം വ്യത്യസ്തമായ മതങ്ങളെ എങ്ങനെയൊക്കെയാണ് കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത് എന്നായിരുന്നു ആദ്യ സംശയം. രണ്ടാമത്തെ സംശയമാണ് ജാതോ വിരോധാത്, ജാതിയിലുള്ള വിരോധം. അപ്പൊ ജാതിയിലുള്ള വിരോധം എന്ന് പറയുമ്പോൾ ഹിന്ദു മതത്തിൽ നിലനിൽക്കുന്ന ചാതുർവർണ്ണ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ജാതികൾ തമ്മിലുള്ള ഉച്ചനീചത്വ പരികൽപ്പനകളാൽ വന്നു ചേർന്നിട്ടുള്ള വൈരം, സ്പർദ്ധ. നീ വലിയ ജാതിയാണ്, ഞാൻ താഴ്ന്നവനാണ്. ഇങ്ങനെ വലിയവൻ താഴ്ന്നവൻ എന്ന രീതിയിൽ ഹിന്ദു മതത്തിന്റെ ഉള്ളിൽ ഇപ്പോൾ ജാതിയിലുള്ള വിരോധം എന്ന് കാണുമ്പോൾ നമ്മള് ലോകത്തെ എല്ലാ മതങ്ങളിലും ജാതികളുണ്ട് എന്ന രീതിയിലേക്ക് നമ്മൾ ചിന്ത പോകരുത്. മറിച്ച് ഹിന്ദു മതത്തിൽ നിലനിൽക്കുന്ന ചാതുർവർണ്ണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ജാതി സമ്പ്രദായത്തെ കുറിച്ചാണ് ശിഷ്യന്മാർ ചോദിച്ചത്. അപ്പൊ ജാതികൾ തമ്മിലുള്ള ഉച്ചനീചത്വ കൽപ്പനകളാൽ ഉള്ള വൈരം, ശത്രുത, ഇവയെ ഏത് പ്രകാരത്തിൽ സമന്വയിക്കാം എന്നായിരുന്നു അടുത്ത സംശയം. ഈ 2 കാര്യങ്ങളും പ്രായണ ലോകത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ മിക്കവാറും ദാർശനികർ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. ഇപ്പോൾ ജാതികൾ തമ്മിലുള്ള സ്പർദ്ധ, അതേപോലെ മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ, ഇവയെക്കുറിച്ചൊക്കെ വലിയ കൂലങ്കുഷമായ ചർച്ചകളും എങ്ങനെയൊക്കെയാണ് ഇതിനെ പരിഹരിക്കാൻ കഴിയുക എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും എല്ലാം ഒരുപാട് നടന്നിട്ടുണ്ട്. അങ്ങനെ കേവലം ഒരു ഭൗതികമായ ഒരു ദർശനം, കുറെ ജാതികൾ തമ്മിൽ ഉള്ള മത്സരത്തെ ഇല്ലായ്മ ചെയ്ത് അവയെ സമന്വയം ചെയ്യുക, അല്ലെങ്കിൽ മതങ്ങൾ തമ്മിൽ ഐക്യം കൊണ്ടുവരിക എന്നിവയിൽ മാത്രം പരിമിതപ്പെടുത്തുന്ന അല്ലെങ്കിൽ പരിമിതപ്പെടുന്ന ഒന്നല്ല ഗുരുവിന്റെ സമന്വയ ദർശനം. ലോകത്ത് മനുഷ്യർക്കിടയിലുള്ള വൈരുദ്ധ്യങ്ങളെ സമന്വയം ചെയ്ത ഒരുപാട് ആചാര്യന്മാർ ഉണ്ടായിട്ടുണ്ട്. എത്രയോ പേര് മനുഷ്യർക്കിടയിലുള്ള വൈരുദ്ധ്യങ്ങളെയും മറ്റും സമന്വയം ചെയ്തിട്ടുണ്ട്. ഇനി മതങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം എന്ന് പറയുമ്പോൾ
ഗുരുമതത്തിന് അഭിപ്രായം എന്നുള്ള നിർവചനം കൂടി കൊടുത്തതായിട്ട് നമുക്ക് ഈ ഗ്രന്ഥം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അഭിപ്രായം എന്ന് പറയുമ്പോൾ ഇന്ന് നാം കാണുന്ന മതങ്ങൾ മാത്രമല്ല, എല്ലാ ഇസങ്ങളും, ഇന്ന് നാം എന്തൊക്കെ ഇസങ്ങളെ അറിയുന്നുവോ, കമ്മ്യൂണിസം, എത്തീസം, അങ്ങനെ ഒരുപാട് ഇസങ്ങളുണ്ട്. ഒരുപാട് ഇസങ്ങൾ, ഒരുപാട് പ്രത്യയ ശാസ്ത്രങ്ങൾ, ഒരുപാട് ചിന്താ പദ്ധതികൾ, ഇതിനെല്ലാം നമുക്ക് മതം മതം എന്ന് പറയാം. അപ്പൊ ഇവ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങളെ ഇല്ലാതാക്കാൻ ഒരുപാട് ചിന്തകന്മാർ ലോകത്ത് അവരവരുടേതായ സമന്വയ ദർശനത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അത്തരം സമന്വയ ദർശനങ്ങളെല്ലാം കേവലം ജാതി മത വലയങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. ഇപ്പൊ ഗുരുവിന്റെ സമന്വയ ദർശനത്തിന് ഒരു ആധ്യാത്മിക മാനം കൂടിയുണ്ട്. കാരണം നമ്മളിത് ആമുഖമായിട്ട് പറയാൻ കാരണം, ഇതേ വിഷയം ഒരിക്കല് ഒരു സെമിനാറിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഇതേ വിഷയം, ഇതേ ആശയം ലോകത്തില് ഒരുപാട് പേര് മനുഷ്യർക്കിടയിലുള്ള വിരുദ്ധ ഭാവങ്ങളെ കൂട്ടിച്ചേർക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഒരാളാണ് ഗുരുദേവൻ എന്ന് പറഞ്ഞ് ഗുരുവിനെ ഒരു സാമാന്യവൽക്കരിക്കുന്ന, എല്ലാവരും ചെയ്ത് അതേ കാര്യം ഗുരുവും ചെയ്യുന്നു എന്ന് സാമാന്യവൽക്കരിക്കുന്ന ഒരാളുടെ ഒരു ക്ലാസ് കേൾക്കാനിടയായി. അതുകൊണ്ട് ഗുരുവിന്റെ സമന്വയ ദർശനമാണ് എന്ന് കരുതി മറ്റൊരുപാട് ആളുകൾ ചെയ്ത അതേ പരിപാടി, അതേ രീതിയെ ഗുരുദേവനും അനുവർത്തിച്ചു എന്ന് മാത്രം പരിമിതപ്പെടുത്തരുത്. അപ്പൊ ഗുരുവിന്റെ സമന്വയ ദർശനം പൂർണ്ണമാകുന്നത് ഏകദൈവ ദർശനത്തോടു കൂടിയാണ്. ഏകദൈവ ദർശനം എന്ന സമന്വയ ചിന്താ പദ്ധതിയാണ് ഇതര ദർശനങ്ങളിൽ നിന്ന് ഗുരുവിന്റെ ദർശനത്തെ വേറിട്ട് നിർത്തുന്നത്. മറ്റെല്ലാ ചിന്തകന്മാരും അവര് മനുഷ്യ സമൂഹത്തിൽ നിലനിൽക്കുന്ന പല കാര്യങ്ങളെയും യോജിപ്പിക്കുവാൻ ശ്രമിച്ചു. പക്ഷെ ഈശ്വരവികൽപ്പനാത്, ഈശ്വരനിൽ ഉള്ള വികൽപ്പനകൾ, ഈശ്വരനുള്ള വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ, ഇവയെ സംയോജിപ്പിക്കാൻ ശ്രമിച്ചതായിട്ട് നമുക്ക് അറിയില്ല മറ്റാളുകൾ അധികമായി ചെയ്തത്. നമ്മൾ ചിന്തിച്ചു നോക്കൂ, ആരെങ്കിലും ഒരാള് ഈ ലോകത്ത് ഈശ്വരവിശ്വാസം, മതങ്ങളിൽ നിലനിൽക്കുന്ന ഈശ്വരവിശ്വാസം, ആ ഈശ്വരവിശ്വാസത്തിൽ വൈരുദ്ധ്യങ്ങളില്ല, ആ ഈശ്വരൻ ഏകമാണ് എന്ന് സ്ഥാപിക്കുന്ന ഒരു സമന്വയ ചിന്താ പദ്ധതി ഈ ലോകത്തിനായി കൊണ്ട് അധികം ആരും അവതരിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഏകജാതി ദർശനം, ഏക മതദർശനം, അതിന്റെ ശേഷം വരുന്ന ഏകദൈവ ദർശനം, ഈ ഏകദൈവ ദർശനം അത് ആധ്യാത്മികമായ തലമാണ്. ഇത് മൂന്നും ചേർന്നതാണ് ഗുരുദേവന്റെ സമന്വയ ദർശനം. അപ്പൊ അതില് ഏകദൈവ ദർശനം എന്ന ഘട്ടത്തിലേക്കാണ് നമ്മുടെ ചിന്ത ഇനി പോകുന്നത്. ശ്ലോകം 61. വിചിത്രസ്യാസ്യ ജഗതഃ കർത്താ വിവിധ ശക്തിമാൻ സർവേശ്വരസ്സ സർവജ്ഞ ഏകോ ദേവ ഇതീരിതഃ. അർത്ഥം: അസ്യ വിചിത്രസ്യ ജഗതഃ, ഈ ലോകത്തിന്റെ, വിചിത്രമായ ഈ ലോകത്തിന്റെ കർത്ത, സൃഷ്ടികർത്താവും, വിവിധ ശക്തിമാൻ, വിവിധ ശക്തിയുള്ളവനും, സർവജ്ഞ, സർവജ്ഞനും, സർവേശ്വര, സർവേശ്വരനുമായ സ, അവൻ, ഏകഃ ദേവ ഇതി, ഏക ദൈവമാണ്, ഇത് ഈരിത എന്ന് പറയപ്പെട്ടിരിക്കുന്നു. ദൈവം എന്ന സത്യത്തെക്കുറിച്ച് എല്ലാ മതങ്ങളും തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ മതങ്ങളും ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു എന്തോ ഒരു ശക്തി ഇവിടെ ഈ ലോകത്ത് ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ ദൈവത്തിന് ഗുരുദേവൻ ചില വിശേഷണങ്ങൾ ഈ ശ്ലോകത്തിൽ കൊടുത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ്? അസ്യ ജഗതഃ, അസ്യ വിചിത്രസ്യ ജഗതഃ കർത്ത,
ദൈവം ഈ ലോകത്തിന്റെ സ്രഷ്ടാവാണ് എന്ന് ഗുരു പറയുന്നു. ഈ ലോകം എപ്രകാരമാണ് വിചിത്രമായ ലോകമാണ് എന്ന് പറയുന്നു. അടുത്ത നോക്കൂ, വിവിധ ശക്തിമാൻ. ദൈവത്തിന് വിവിധ ശക്തിയുണ്ട്, വിവിധ പ്രകാരത്തിലുള്ള ശക്തിയുണ്ട് എന്ന് പറയുന്നു. അപ്പൊ അടുത്തത്, ദൈവം സർവജ്ഞനാണ്. ദൈവത്തിനുള്ള മൂന്നാമത്തെ വിശേഷണമാണ് ദൈവം സർവജ്ഞനാണ്. ദൈവം സർവേശ്വരനാണ്, നാലാമത്തെ വിശേഷണം. ഇങ്ങനെ 4 വിശേഷണങ്ങളോട് കൂടിയ ദൈവം. അപ്പൊ ദൈവം എന്നുള്ള വാക്കിന് ഈ ശ്ലോകത്തില് ഗുരു സഹ എന്ന് പറഞ്ഞിരിക്കുന്നത്. സഹ എന്ന് പറഞ്ഞാൽ അവൻ എന്നാണ് അർത്ഥം സംസ്കൃതത്തിൽ. അവൻ ഈ 4 വിശേഷണങ്ങളോട് കൂടിയ ഈ ദൈവം ഏകദൈവമാണ് എന്ന് പറയപ്പെട്ടിരിക്കുന്നു. ഒന്നാണ്, ദൈവം ഏകദൈവമാണ് എന്ന് പറയപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈ 1ാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥം. അപ്പൊ എന്ന് ആര് പറഞ്ഞിരിക്കുന്നു? അത് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നോക്കി, ഈ ലോകത്തിന്റെ കർത്താവാണ് ഈശ്വരൻ. ഈശ്വരനിൽ നിന്നാണ് ഈ ലോകം സൃഷ്ടമായത്. അപ്പൊ ഒന്നിനെ സൃഷ്ടിക്കണമെങ്കിൽ കൊടുത്തിരിക്കുന്ന വിശേഷണങ്ങളിൽ ഈശ്വരൻ ഈ ലോകത്തിന്റെ കർത്താവാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അസ്യ ജഗതഃ കർത്ത. എങ്ങനെയുള്ള ലോകത്തിന്റെ? വിചിത്രമായ ലോകത്തിന്റെ. അപ്പൊ നോക്കൂ, നമുക്ക് ഒന്നിനെ സൃഷ്ടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ക്രിയാശക്തി വേണം. ക്രിയാശക്തി ഇല്ലാത്ത ഒരാൾക്കും ഒന്നിനെ സൃഷ്ടിക്കുവാൻ സാധിക്കില്ല. അങ്ങനെ ഈശ്വരനിൽ ക്രിയാശക്തി ഉണ്ട് എന്ന് കാണിക്കുവാനാണ് വിവിധ ശക്തിമാൻ എന്ന വിശേഷണം ചേർത്തിരിക്കുന്നത്. അപ്പൊ ക്രിയാശക്തി മാത്രം ഉണ്ടായാൽ നമുക്ക് ഒന്നിനെ സൃഷ്ടിക്കുവാൻ കഴിയുമോ? ആ ക്രിയാശക്തിയുടെ കൂടെ എന്ത് വേണം? ആ ക്രിയാശക്തിയുടെ കൂടെ വ്യക്തമായ ജ്ഞാനവും അറിവും നമുക്ക് വേണം. നമ്മൾ ഇതിനു മുമ്പ് പലപ്പോഴും ചിന്തിക്കുന്ന ഉദാഹരണമാണ്, ഒരു ചായ നാം ഉണ്ടാക്കുന്ന സമയത്ത് ആ ചായ ഉണ്ടാക്കാനുള്ള ക്രിയാശക്തി നമുക്ക് വേണം. ക്രിയാശക്തി ഇല്ലെങ്കിൽ ചായ ഉണ്ടാക്കാൻ സാധിക്കും? ഇല്ല. ക്രിയാശക്തി മാത്രം പോരാ, ചായ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള വ്യക്തമായ ജ്ഞാനവും നമുക്ക് വേണം. അതിൽ ഏതേത് അളവില് പാല് ചേർക്കണം, പഞ്ചസാര ചേർക്കണം, തേയിലപ്പൊടി ചേർക്കണം, അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തത നമുക്കുണ്ടെങ്കിൽ മാത്രമേ ആ ചായ ഉണ്ടാക്കാൻ പറ്റൂ. എനിക്ക് നല്ല ക്രിയാശക്തി ഉണ്ട്, ചായ ഉണ്ടാക്കാനുള്ള യാതൊരു അറിവുമില്ല എന്ന് കരുതി ഒരാൾക്ക് ചായ ഉണ്ടാക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പോ ഈ ലോകത്തെ സൃഷ്ടമാക്കണമെങ്കിൽ ആ സൃഷ്ടമാക്കാനുള്ള ക്രിയാശക്തിയും അതേപോലെ വ്യക്തമായ ജ്ഞാനവും അറിവും വേണം. അതുകൊണ്ടാണ് ഈശ്വരനെ സർവജ്ഞൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ സർവം എന്ന വാക്ക് നമ്മുടെ മുമ്പിൽ ഈ കാണപ്പെടുന്ന പ്രകൃതിയെ കുറിക്കാണ്. സർവം. എന്ന വാക്ക് ജ്ഞാനമാണ്. ഈ പ്രകൃതിയിൽ മുഴുവൻ ഈശ്വരൻ ജ്ഞാന സ്വരൂപത്തിൽ വർത്തിക്കുന്നുണ്ട്. സർവജ്ഞൻ എന്ന് പറഞ്ഞാൽ ഈശ്വരനിൽ ഈ കാണപ്പെടുന്ന മുഴുവൻ ജഗത്തിനെയും നിർമ്മിക്കാനുള്ള ജ്ഞാനം, അറിവ് അടങ്ങിയിട്ടുണ്ട്. നമ്മൾ നോക്കൂ, ലോകത്തിൽ ഏതൊരു വ്യക്തിക്കും ക്രിയാശീലതയുടെ കൂടെ അറിവുമുണ്ടെങ്കിലല്ലേ അതാത് കാര്യങ്ങളെ പൂർത്തീകരിക്കാൻ സാധിക്കൂ. ഒരു വ്യക്തിക്ക് ഒരു കെട്ടിടം ഉണ്ടാക്കണം, നല്ല കരുത്തുണ്ട്, ക്രിയാശക്തിയുണ്ട്. ആ കെട്ടിടം ഉണ്ടാക്കുന്ന അറിവും ആ വ്യക്തിയിൽ വേണം. അപ്പോഴേ ആ വ്യക്തിക്ക് അത് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോ ഈ ലോകം മൊത്തം സൃഷ്ടമായതാണെങ്കിൽ ഈ ലോകത്തെ സൃഷ്ടിച്ച വലിയ അറിവുള്ള ഒരാൾ ഇതിന്റെ പുറകിലുണ്ട്. എത്ര കൃത്യമായിട്ട്, എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈശ്വരൻ സർവജ്ഞനാണ്. ഈശ്വരന് അറിയാത്തതായിട്ട് ഒന്നും തന്നെയില്ല. ഇനി അടുത്ത വിശേഷണമാണ് സർവേശ്വരൻ. സർവേശ്വരൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തെ ഭഗവാൻ സൃഷ്ടിച്ചു. ഈ ലോകത്തെ സൃഷ്ടിക്കുവാനുള്ള ജ്ഞാനം ഭഗവാനുണ്ട്. ഈ ലോകത്തെ സൃഷ്ടിച്ചുകൊണ്ട് ഭഗവാനെ കർത്താവ് എന്ന് പറയുന്നു. ഈ ലോകത്തെ സൃഷ്ടിക്കുവാനുള്ള ജ്ഞാനമുള്ളത് കൊണ്ട് എന്ത് പറയുന്നു? സർവജ്ഞൻ എന്ന് പറയുന്നു. അതേപോലെ കേവലം സൃഷ്ടിക്കുക എന്നതുകൊണ്ട് മാത്രം ഈ ലോക വ്യവസ്ഥ മുന്നോട്ട് പോവില്ല. അതിനെന്ത് വേണം? ഈ ലോകത്തെ നിയന്ത്രിക്കാനുള്ള കഴിവ് വേണം. നമ്മളൊരു സംഘടനയെ ഉണ്ടാക്കി
ആ സംഘടന ഉണ്ടാക്കാനുള്ള ജ്ഞാനം, അറിവ് നമുക്കുണ്ട്. ആ അറിവിന്റെ ആധാരത്തിൽ നമ്മൾ വലിയൊരു സംഘടന ഉണ്ടാക്കി. ആ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആ സംഘടനയിൽ നമുക്ക് ആധിപത്യം വേണം. നമുക്ക് അതിൽ അധീശത്വം ചെലുത്താൻ സാധിച്ചാൽ മാത്രമേ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ പലരും സംഘടനാ കാര്യങ്ങൾ, സംഘടനാ മീറ്റിങ്ങുകൾ, സംഘടനാ ചർച്ചകൾ അറിയും. നമ്മളായിരിക്കും സംഘടനയുടെ അധ്യക്ഷൻ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരിക്കൽ പേപ്പർ വായിക്കുമ്പോൾ ആ പേപ്പറിൽ കാണുന്നു ഈ സംഘടനയുടെ ജില്ലാ കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട്. നമ്മൾ സ്വയം കരുതി ഞാനല്ലേ ഇതിന്റെ അധ്യക്ഷൻ, ഞാൻ അറിയാതെയാണോ മീറ്റിംഗ്? അതുപോലെ ഏതൊന്നിനെ നമ്മൾ സൃഷ്ടമാക്കിയാൽ ആ സൃഷ്ടമാക്കിയതിൽ നമുക്ക് ആധിപത്യം, അധീശത്വം വേണം. അധീശത്വം ഇല്ലെങ്കിൽ അവിടെയും അവ്യവസ്ഥിതി വരും. അതുകൊണ്ട് ഈശ്വരൻ ഈ ലോകത്തെ ഉണ്ടാക്കി, ഈശ്വരൻ ചുമ്മാ വേറെ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിൽ തോന്നിയതുപോലെ ഓരോരുത്തർ പ്രവർത്തിക്കും. നമ്മൾ നേരത്തെ മനസ്സിലാക്കി ഈ ലോകത്തിലെ എല്ലാ പദാർത്ഥങ്ങളും, എല്ലാ ഘടകങ്ങളും അവ സ്വയം തന്നെ പരസ്പരം വ്യത്യസ്തമായ സ്വഭാവമാണ്. ഇപ്പൊ വ്യത്യസ്തമായ സ്വഭാവമായതുകൊണ്ട് എപ്പോഴും അവ തമ്മിൽ ഏറ്റുമുട്ടാനുള്ള താല്പര്യം ഉണ്ടാകും. ഇവിടെ അഗ്നിയുമുണ്ട്, ജലവുമുണ്ട്. ഈ അഗ്നിയും ജലവും രണ്ടും വ്യത്യസ്തമായ സ്വഭാവങ്ങളുള്ളതാണ്. വ്യത്യസ്തമായ സ്വഭാവങ്ങൾ ഉള്ളതിനാൽ അവ പരസ്പരം ഏറ്റുമുട്ടും എപ്പോഴും. ഈ പരസ്പരം ഏറ്റുമുട്ടാതെ അവയെ എല്ലാറ്റിനെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകണമെങ്കിൽ ഈ എല്ലാ ഭൂതങ്ങളിലും ആധിപത്യം സ്ഥാപിക്കണം. ഈ ആധിപത്യം സ്ഥാപിക്കുന്നതിന്റെ ഒരു പേരാണ് ഈശിത്വം എന്ന് പറയും. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ തൻ്റെ മേധാശക്തി ഉപയോഗിച്ച്, തൻ്റെ ക്രിയാശക്തി ഉപയോഗിച്ച് സർവ്വതിനെയും തൻ്റെ നിരക്ക് നിർത്തുവാനും തൻ്റെ ഇച്ഛാനുസരണം കൊണ്ടുപോകാനുമുള്ള കഴിവാണ് ഈശിത്വം. ആ ഈശിത്വം ഉള്ളത് കൊണ്ടാണ് ഈശ്വരൻ എന്ത് പറയുന്നത്? ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പൊ ഈശ്വരൻ സർവേശ്വരനാണ്. കേവലം ഭഗവാന് ഈ ലോകത്തെ ഉണ്ടാക്കി വിശ്രമിക്കാൻ മാത്രമല്ല അറിയുന്നത്. ഈ ലോകത്തിൽ ഓരോ സ്പന്ദനങ്ങളും ഭഗവത് ഇച്ഛയ്ക്ക് അനുസരിച്ച് മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. അത് നമുക്ക് കുറച്ചുകൂടി ആഴത്തില് സ്വസ്ഥമായി ശാന്തമായി ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം കടന്നു വരുന്നു. പിന്നീട് ഒരു ഘട്ടം കഴിഞ്ഞ് പിന്നീട് മനസ്സ് ശാന്തമായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ആ സമയത്ത് വന്നിരുന്ന ആ കാര്യങ്ങൾ അത് വളരെ ഉചിതമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ അത് വരേണ്ടത് തന്നെയായിരുന്നു. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ വന്നതുകൊണ്ടാണ് എൻ്റെ ജീവിതം സ്ഫുടം ചെയ്യപ്പെട്ടത്, എനിക്ക് വലിയൊരു പരിവർത്തനം ഉണ്ടായത് എന്നുള്ളത് പിന്നീട് നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാകും. അതുകൊണ്ട് ഏതൊരു സ്പന്ദനവും ഈശ്വരന്റെ ഇച്ഛയിലൂടെയാണ് വരുന്നത്. ഈശ്വരേച്ഛയില്ലാതെ ഇവിടെ യാതൊന്നും സംഭവിക്കില്ല. ഉപനിഷത്തിലെ വലിയൊരു വാക്കാണ് ഈശ്വരേച്ഛയ തൃണമപി വജ്രോഭവതി. ഭഗവാന്റെ ഇച്ഛയുണ്ടെങ്കിൽ, ഈശ്വരന്റെ ഇച്ഛയുണ്ടെങ്കിൽ ഒരു പുൽക്കൊടി അത് വജ്രമായി തീരും. അർത്ഥം ഏറ്റവും ദുർബലൻ എന്ന് നാം കരുതുന്നയാള്, ഏറ്റവും കഴിവുകെട്ടവൻ എന്ന് നാം കരുതുന്നയാള്, ഈശ്വരന്റെ ഇച്ഛ അയാളിലൂടെ പ്രകടമായാൽ ആ വ്യക്തി ഈ ലോകത്തെ കീഴ്മേൽ മറിക്കാവുന്ന കഴിവുള്ളവനായിട്ട് തീരും. അതുകൊണ്ട് എല്ലാറ്റിനെയും തൻ്റെ നിയന്ത്രണത്തിൽ വെക്കുവാനും തൻ്റെ ഇച്ഛാനുസരണം ഏത് പരിവർത്തനങ്ങൾ വരുത്തുവാനും അനിവാര്യമായ പ്രാപഞ്ചിക നിയമങ്ങളായ മരണത്തെ പോലും മാറ്റിവെച്ച് തൻ്റെ ഭക്തനെ സംരക്ഷിക്കുവാൻ, മാർക്കണ്ഡേയന്റെ കഥ നമുക്കറിയാം. മരണത്തെ പോലും മാറ്റിവെച്ച് ഭക്തനെ സംരക്ഷിച്ചു. കാരണം മരണം അനിവാര്യമായ പ്രാപഞ്ചിക നിയമമാണ്. ആ നിയമത്തെ പോലും മാറ്റിവെക്കാനും താൻ ഉണ്ടാക്കിയ നിയമത്തിൽ പോലും എന്ത് പരിവർത്തനം വരുത്താനും എല്ലാം കഴിവുള്ളതുകൊണ്ട് ഈശ്വരൻ എന്തു പറയുന്നു? ഈശ്വരൻ എന്ന് പറയുന്നു, സർവേശ്വരൻ എന്ന് പറയുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സർവേശ്വരനായ ഭഗവാൻ, ഈശ്വരൻ അത് ഒന്നാണ്, ഏകമാണ് എന്ന് ഈ രീത പറയപ്പെട്ടിരിക്കുന്നു. ആര് പറയപ്പെട്ടിരിക്കുന്നു? ആരാൽ പറയപ്പെട്ടിരിക്കുന്നു? അത് അടുത്തുള്ള ശ്ലോകങ്ങളിൽ പറയുന്നു. തത്വാന്വേഷണ നിഷ്ണാതേർ വിമർശ വിശദാശയേ പ്രണീതാ വാക്യപടലി സത്യൈകസ്യേതി ഘുഷ്യതി. ഇവിടെ വായിക്കാം. തത്വാന്വേഷണ നിഷ്ണാതേർ വിമർശ വിശദാശയേ പ്രണീതാ വാക്യപടലി സത്യൈകസ്യേതി ഘുഷ്യതി. ഇപ്പൊ നമ്മൾ ഇപ്പം വിചാരിച്ച ശ്ലോകത്തിൽ അവസാനത്തെ വരിയിൽ പറഞ്ഞു ഏകദേവ ഇതി ഈരിത. ഏക ദൈവമാണ്, ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്ന് പറയപ്പെട്ടിരിക്കുന്നു. അപ്പൊ ആരാൽ പറയപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് 62-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു.
ഋഷീശ്വരൈഹി. ഋഷീശ്വരൈഹി എന്ന് പറഞ്ഞ ഋഷീശ്വരന്മാരാൽ എന്നർത്ഥം. ഋഷീശ്വരന്മാരാലാണ് ഈശ്വരൻ ഒന്നേയുള്ളൂ, ഇവിടെ സത്തയായിട്ട് ഒന്നേയുള്ളൂ എന്ന് പറയപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയുള്ള ഋഷീശ്വരന്മാരാൽ? രണ്ട് വിശേഷങ്ങൾ കൊടുക്കുന്നു. തത്വാന്വേഷണ നിഷ്ണാദേ. തത്വാന്വേഷണങ്ങൾ, ഒരു തത്വത്തെ അന്വേഷിച്ച് കണ്ടെത്തുവാൻ സാമർഥ്യമുള്ളവർ, കഴിവുള്ളവർ, അതാണ് തത്വാന്വേഷണ നിഷ്ണാതന്മാർ എന്ന് പറയുന്നത്. മാത്രമല്ല വിമർശ വിശദാശയെ. വിമർശം എന്ന് പറഞ്ഞാൽ കാര്യകാരണ ബന്ധത്തോടു കൂടി ഒന്നിനെ ചിന്തിക്കുക. വിശദം എന്ന് പറഞ്ഞാൽ സ്ഫുടമായിരിക്കുക, സ്പഷ്ടമായിരിക്കുക, ശുദ്ധമായിരിക്കുക. ആശയം എന്ന വാക്കുണ്ട്. വിമർശം, വിശദം, ആശയം, ഇത് മൂന്നും ചേർന്നാണ് വിമർശ വിശദാശയം. ആശയം എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സ്, ഹൃദയം എന്നെല്ലാം അർത്ഥമുണ്ട്. നമ്മൾ പഠിക്കുന്നുണ്ട് എന്നാശയം ഗതിപരും. അപ്പൊ ആശയം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ്. ഒരുപാട് അർത്ഥമുണ്ട്, മുഖ്യമായ അർത്ഥം മനസ്സ്, ഹൃദയം. അപ്പൊ കാര്യകാരണ ബന്ധത്തോടു കൂടി തത്വചിന്തനം ചെയ്ത് ശുദ്ധമായ അന്ധകരണത്തോടു കൂടിയ ഋഷീശ്വരന്മാരാൽ പ്രണീത രചിക്കപ്പെട്ട വാക്യപടലി, വേദവാക്യങ്ങൾ ഏകസ്യ സത്ത ഇതി ഗുഷ്യതി, ഒന്നിനു മാത്രമേ സത്തയുള്ളൂ എന്ന് ഉദ്ഘോഷിക്കുന്നു. അപ്പൊ നമുക്ക് എത്ര ഗംഭീരമായിട്ടാണ് ഈ ശ്ലോകം പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം, ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ആ പറയപ്പെട്ടത് വിശ്വാസയോഗ്യമാകണമെങ്കിൽ ആ വ്യക്തി ശ്രേഷ്ഠനായിരിക്കണം, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അതിനുള്ള യോഗ്യത ഉണ്ടായിരിക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ ആരും സാമാന്യ വിശ്വസിക്കില്ല. എന്നാൽ യോഗ്യനായ ഒരു വ്യക്തി ആ വിഷയത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അംഗീകരിക്കും. രസകരമായ ഒരു ഉദാഹരണം ഓർമ്മ വരുന്നത്, കഴിഞ്ഞ ദിവസം നമ്മളൊരു പോസ്റ്റർ കണ്ടു, വാട്സാപ്പ് പോസ്റ്റർ. ആ വാട്സാപ്പ് പോസ്റ്ററിൽ ദോശമാവ് ഇന്ന രീതിയിൽ കുഴച്ചാൽ നന്നായിട്ട് ദോശ ചൂടാം എന്നിട്ട് ഐൻസ്റ്റീന്റെ ചിത്രം വെച്ച് താഴെ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് ഒരാൾ എഴുതി. ഇവർ തൊട്ട് താഴെ എഴുതി, വലിയ വലിയ ആൾക്കാർ പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കും, അതുകൊണ്ടാണ് ഐൻസ്റ്റീന്റെ ഫോട്ടോ ഞാൻ വെച്ചെന്ന് പറഞ്ഞു. സംഭവം രസകരമാണെങ്കിൽ അതിന്റെ ആശയം എന്താണ്? നമുക്ക് ഒരു കാര്യം വിശ്വസനീയമാകണമെങ്കിൽ ആ കാര്യം പറയപ്പെട്ട വ്യക്തിക്ക് ആ യോഗ്യത വേണം. അതുകൊണ്ട് നമ്മുടെ സമ്പ്രദായത്തിൽ, നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഇതിനെയും ഒരു പ്രമാണമായിട്ട് പറയാറുണ്ട്. ഇപ്പൊ നമ്മൾ ദർശനമാല പഠിക്കുമ്പോൾ നിരവധി പ്രമാണങ്ങളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. മറ്റ് ഗ്രന്ഥങ്ങൾ നിങ്ങൾ പഠിക്കുന്ന വേളകളിലും പ്രമാണ വിചാരം, ഓരോരോ പ്രത്യക്ഷം, അനുമാനമാകുമെന്നൊക്കെ പറഞ്ഞ് ഓരോ പ്രമാണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്കൊരു വസ്തുവിനെ അംഗീകരിക്കുവാനും ഒരു വസ്തുവിനെ സിദ്ധമാക്കുവാനും സഹായിക്കുന്ന ഘടകങ്ങളാണ് പ്രമാണങ്ങൾ. അപ്പൊ ആ കൂട്ടത്തിൽപ്പെട്ട വലിയൊരു പ്രമാണമാണ് ആപ്തവാക്യം. ആപ്തവാക്യവും വലിയൊരു പ്രമാണമാണ്. ആരാണ് ആപ്തന്മാർ? ആപ്തന്മാർ എന്ന് പറഞ്ഞാൽ പ്രാപ്തന്മാരാണ്. എന്തിനെ പ്രാപിച്ചവർ? ഈശ്വര സാക്ഷാത്കാരം നേടിയ മഹാത്മാക്കൾ ഏത് കാര്യമാണോ പറയുന്നത്, ആ പറയുന്ന കാര്യം അത് പരമമായ പ്രമാണമാണ്. അതുകൊണ്ട് കേവലം ഋഷീശ്വരന്മാരാൽ പറയപ്പെട്ടു എന്നല്ല ഗുരു പറഞ്ഞിരിക്കുന്നത്, മറിച്ച് ആ ഋഷീശ്വരന്മാർക്ക് മഹത്തായ വിശേഷണങ്ങൾ കൊടുത്തിരിക്കുന്നു. തത്വാന്വേഷണ നിഷ്ണാതന്മാരും വിമർശ വിശദാശയന്മാരുമായ ഋഷീശ്വരന്മാരാലാണ് ഈശ്വരൻ എന്ന് പറയുന്ന സത്ത ഒന്നേയുള്ളൂ എന്ന് പ്രഖ്യാപിക്കപ്പെട്ടത്. അപ്പൊ അതിലൂടെ എന്താണ് താല്പര്യമാക്കുന്നത്? അതിലൂടെ താല്പര്യമാക്കുന്നത് ഋഷീശ്വരന്മാരാൽ ഈശ്വരൻ ഒന്നേയുള്ളൂ എന്ന് പ്രഖ്യാപിക്കപ്പെട്ടതിനാൽ നിങ്ങൾക്കും ഈ ആശയത്തെ സ്വീകരിക്കാം. കാരണം ഇത് പറഞ്ഞിരിക്കുന്നത് ഋഷിമാരാണ്. അപ്പോ ആപ്തവാക്യം എന്ന മഹത്തായ പ്രമാണം, ആ പ്രമാണം അനുസരിച്ചും ഇവിടെ സത്ത, ഈശ്വരൻ ഒന്നേയുള്ളൂ എന്ന് പറയുന്നു. ഇനി ഈശ്വരൻ അനേകമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ദോഷമെന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. ശ്ലോകം 63. അനേക സത്തോപന്യാസേ വാക്യാർത്ഥസ്യാനവസ്ഥിതേ തദേകഃ പരമോ ദേവോ മതവാക്യാർത്ഥ സമ്മതഃ.
അനേക സത്തോപന്യാസേ വാക്യാർത്ഥസ്യാനവസ്ഥിതി തദേകഃ പരമോ ദേവോ മതവാക്യാർത്ഥസമ്മതഃ. അനേക സത്തോപന്യാസേ, ഉപന്യാസം എന്ന് പറയുമ്പോൾ പറയുക, ദൈവത്തിന് അനേക സത്തയുണ്ട്, അല്ലെങ്കിൽ ദൈവം അനേകമാണെന്ന് പറയുകയാണെങ്കിൽ വാക്യാർത്ഥസ്യ അനവസ്ഥിതി, വാക്യാർത്ഥത്തിന് വ്യവസ്ഥയില്ലായ്മ സംഭവിക്കും. നേരത്തെ ഈശ്വര സാക്ഷാത്കാരം നേടിയ ഋഷിമാർ എന്നിവർ അവരുടെ അനുഭവത്തിലൂടെ വെളിവാക്കിയ സത്യങ്ങൾക്ക്, ആ സത്യങ്ങൾക്ക് ഒരു മൂല്യവും ഇല്ലാതായിട്ട് മാറും. അതിനാൽ മതവാക്യാർത്ഥ സമ്മത പരമഃ ദേവഃ ഏകഃ. അതിനാൽ ഈ ഋഷിമാരാൽ വെളിവാക്കപ്പെട്ട വാക്യങ്ങൾ, മതപ്രവാചകന്മാരാൽ വെളിവാക്കപ്പെട്ട വാക്യങ്ങൾ, ഈ വാക്യങ്ങളിലൂടെയെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് ഈശ്വരൻ ഏകവും അദ്വിതീയവുമാണ് എന്നാണ് ഈ ശ്ലോകത്തിന്റെ താല്പര്യം. അപ്പൊ ഇവിടെ ഈശ്വരൻ ഒന്നാണ് എന്ന് ഗുരു പറഞ്ഞിരിക്കുന്നത് ഈശ്വര സാക്ഷാത്കാരം നേടിയ മഹാത്മാക്കളുടെ അഭിപ്രായത്തെ സ്വീകരിച്ചുകൊണ്ട് മാത്രമാണ്. വേറെ യാതൊരു ശാസ്ത്രീയമായ ഒരു കാര്യവും ഗുരു പരാമർശിക്കുന്നില്ല. ശാസ്ത്രീയം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീക്ഷണത്തിൽ ഇന്നത്തെ ടെക്നോളജിയുടെ ആധുനിക ശാസ്ത്രത്തിന് ഒരു മാനദണ്ഡവും ഗുരുദേവൻ ഉപയോഗിക്കുന്നില്ല. എന്നാൽ ജാതിയെ ഏകോപനം ചെയ്യാൻ വേണ്ടിയിട്ട് ജൈവികമായ പല മാനദണ്ഡങ്ങളെയും ഗുരുദേവൻ ഉപയോഗിച്ചിരുന്നു. ജൈവികമായ പല വസ്തുതകളെയും പല മാനദണ്ഡങ്ങളെയും ഉപയോഗിച്ച് മനുഷ്യന്റെ ജാതി, അതിനെ തുടർന്ന് സമസ്ത ജഗത്തിന്റെയും ജാതി ഒന്നാണെന്ന് ഗുരു പറയുന്നുണ്ട്. മതസമന്വയത്തിന്റെ കാര്യത്തിലും ഭൗതികമായ ഒരുപാട് മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഈശ്വരൻ ഒന്നാണെന്ന് പറയാൻ ഭൗതികമായിരിക്കുന്ന ഒരു മാനദണ്ഡവും ഗുരു പറയുന്നില്ല. കേവലം പറയുന്നത് ഈശ്വര സാക്ഷാത്കാരം നേടിയ മഹാത്മാക്കളുടെ അനുഭവത്തെ മുൻനിർത്തി മാത്രമാണ് പറയുന്നത്. കാരണം ഈശ്വരനെ അളക്കുവാനോ ഈശ്വരന്റെ ഏകത്വത്തെ സ്ഥാപിക്കുവാനോ അല്ലെങ്കിൽ ഈശ്വരനെ തന്നെ സ്ഥാപിക്കുവാനോ ഭൗതികമായ ഒരു മാനദണ്ഡവും പര്യാപ്തമല്ല. നമുക്ക് ഈശ്വരനെ കുറിച്ചുള്ള ഏകമായ പ്രമാണം എന്താണ്? സ്വാനുഭവമാണ്. ആ സ്വാനുഭവത്തിലേക്ക് നാം ഇപ്പോൾ ഉയരാത്തത് കൊണ്ട് പൂർവികരായ ആളുകളുടെ സ്വാനുഭവത്തെ കുറിച്ച്, ആ സ്വാനുഭവത്തെ പ്രമാണമായി സ്വീകരിച്ച് മുന്നോട്ട് പോകുവാൻ മാത്രമേ സാധിക്കൂ. അല്ലാതെ ഈശ്വരൻ ഒരു കാലത്തും ഒരു ഉപകരണത്താലും വെളിവാക്കപ്പെടുന്ന ഒരു വസ്തുവല്ല. എല്ലാ ഉപകരണങ്ങളും ഭൗതികമായ പാർത്ഥിവമായ പദാർത്ഥങ്ങളെ മാത്രമേ വെളിവാക്കുന്നുള്ളൂ. ഈശ്വരൻ സൂക്ഷ്മമാണ്. സൂക്ഷ്മമായ ഈശ്വരനെ സ്വാനുഭവത്തിൽ മാത്രം, സ്വാനുഭവത്തിന്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ സ്വാനന്ദ മധുമാധുരി എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. ആനന്ദ സ്വരൂപനായ ഭഗവാനെ നമ്മുടെ സ്വാനുഭവത്തിന്റെ ഉയർന്ന അവസ്ഥയിൽ മാത്രമേ നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കൂ. അങ്ങനെ നമ്മൾ ആ സാക്ഷാത്കാരത്തിലേക്ക് ഉയരാത്തിടത്തോളം കാലം നമുക്ക് ഈശ്വരൻ ഉണ്ട് എന്നുള്ളതിന് എന്താണ് പ്രമാണം? പൂർവികരായ ഋഷിമാർ, പൂർവികരായ ആചാര്യന്മാർ, മതപ്രവാചകന്മാർ അവരുടെ അനുഭവത്തെ വാക്യപടലി ഗ്രന്ഥങ്ങളിലൂടെ വെളിവാക്കിയിട്ടുണ്ട്. ഒരു ഹിന്ദു ആണെങ്കിൽ അവന്റെ വേദഗ്രന്ഥങ്ങളുണ്ട്, ഒരു ഇസ്ലാം ആണെങ്കിൽ അവന്റെ വേദഗ്രന്ഥങ്ങളുണ്ട്, ഒരു ക്രൈസ്തവനാണെങ്കിൽ അവന്റെ വേദഗ്രന്ഥങ്ങളുണ്ട്. ആ വേദഗ്രന്ഥങ്ങളിലൂടെ അവരുടെ പരമ്പരയിൽ പെടുന്ന പൂർവികർ സാക്ഷാത്കരിച്ച സത്യങ്ങൾ വെളിവാക്കി. ആ വെളിവാക്കിയ സത്യങ്ങളിൽ വിശ്വസിച്ച് അതിനെ പ്രമാണമാക്കി സ്വീകരിച്ച് മാത്രമേ നമുക്ക് ഈശ്വരന്റെ വഴിയിൽ മുന്നേറാൻ സാധിക്കൂ. അവിടെ നമ്മുടെ യാതൊരു യുക്തിയോ അല്ലെങ്കിൽ യാതൊരു മറ്റെന്തെങ്കിലും ബുദ്ധിയോ ഈശ്വര സാക്ഷാത്കാരത്തിൽ നമ്മെ സഹായിക്കുന്നതല്ല. എങ്ങനെ? ഈശ്വരന്റെ അനുഭവത്തിന്. പറഞ്ഞു വന്നത് അങ്ങനെയുള്ള ഋഷിമാരാൽ പ്രവാചകന്മാരാൽ സാക്ഷാത്കരിക്കപ്പെട്ട ഈ സത്യം, ഏത് സത്യം? ഈശ്വരൻ ഒന്നാണ്, ഏകമാണ് എന്ന സത്യത്തിന് വിഘാതം വരും ദൈവം അനേകമുണ്ടെന്ന് പറയുകയാൽ എന്ന് ശ്ലോകം 63 പറഞ്ഞു. അപ്പൊ ഇവിടെ നമുക്ക് വീണ്ടും നമ്മുടെ ഉള്ളിൽ ഒരു സംശയം വരും. കാരണം ഹിന്ദു മതത്തെ സംബന്ധിച്ച് ഇവിടെ ഒരുപാട് ദേവതാ സങ്കല്പങ്ങളെ കാണുന്നു, ദൈവസങ്കല്പങ്ങളെ കാണുന്നു. സ്വാമി തൃപ്പാദങ്ങളും ഒരുപാട് ദൈവങ്ങളെ കുറിച്ച് കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്, ഒരുപാട് ദേവതകളെ കുറിച്ച് സ്തോത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. സുബ്രഹ്മണ്യന്റെ സ്തോത്രങ്ങളുണ്ട്,
ശിവന്റെ സ്തോത്രങ്ങളുണ്ട്, ദേവിയുടേതുണ്ട്, ഗണപതിയുടേതുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ഒരുപാട് ദേവതാഭാവങ്ങളെ ഗുരു തന്നെ പറഞ്ഞിരിക്കുന്നു. ഗുരു ഒരു ഋഷിയാണ് എന്ന് ഓർക്കണം നമ്മൾ. പിന്നെ എങ്ങനെയാണ് ദൈവം ഒന്നേ ഉള്ളൂ എന്ന് പറയാൻ സാധിക്കുക? നമ്മൾ 33 മറ്റു ദൈവങ്ങളെ ഭാരതീയർ തന്നെ ആരാധിക്കുന്നു. ഓരോ മതസ്ഥരും അവർക്ക് അവരുടേതായ ദൈവങ്ങൾ വേറെയുമുണ്ട്. അപ്പൊ ഇങ്ങനെ നിലവിൽ ലോകത്ത് മതങ്ങളിൽ, വിശ്വാസധാരകളിൽ അനേക സത്തയാണ് ദൈവത്തിന് കാണുന്നത്. പിന്നെ എങ്ങനെയാണ് ദൈവം ഏകമാകുന്നത്? അപ്പൊ ഇവിടെ ദൈവം എന്നുള്ള വാക്കിന്റെ അർത്ഥം പൂർണ്ണത എന്നും കൂടിയാണ്. ദൈവത്തിന് മുഖ്യമായിട്ട് 4 അർത്ഥങ്ങളുണ്ട്. ദ്യോവിൽ ഭവിച്ചവൻ, അതേപോലെ ദീപനം ചെയ്യുന്നവൻ, ദ്യോതനം ചെയ്യുന്നവൻ, ദാനം ചെയ്യുന്നവൻ. ഇതാണ് ദൈവശബ്ദത്തിന്റെ നിരുക്തം. ദിവ് എന്ന് പറഞ്ഞൊരു ധാതുണ്ട്. ആ ധാതുവിൽ നിന്നാണ് ദൈവം ഉണ്ടായിരിക്കുന്നത്. ദീപനാത്ത്, ദ്യോതനാത്ത്, ധാനാത്ത്, ദിവി ഭവോ വാ ഇതി ദൈവം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ദീപനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ദൈവം സ്വയം പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ് എപ്പോഴും. ദ്യോതനം ചെയ്യുക എന്ന് പറയുമ്പോൾ ദൈവം ആ പ്രകാശത്തെ എല്ലാവരിലേക്കും പ്രസരിപ്പിച്ച് മറ്റുള്ളതിനെയും പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ എല്ലാ പദാർത്ഥങ്ങൾക്കും അതിൻ്റെതായ മഹത്വത്തെ, അസ്തിത്വത്തെ ഭഗവാൻ ദാനം ചെയ്തിരിക്കുന്നു. ദിവി ഭവോ എന്ന് പറഞ്ഞാൽ ഭഗവാൻ സർവാന്തര്യാമിയായിട്ട് എല്ലാവരിലും കുടികൊള്ളും. അതുകൊണ്ട് ഭഗവാൻ പൂർണ്ണനാണ്, എല്ലാറ്റിലും കുടികൊള്ളുന്നതുകൊണ്ട് ഭഗവാൻ പൂർണ്ണനാണ്. നമ്മൾ ദർശനമാലയുടെ ക്ലാസ്സിൽ പൂർണ്ണത എന്ന വാക്കിന്റെ നിർവചനം പഠിച്ചിട്ടുണ്ട്. എന്താണ് പൂർണ്ണത? പൂർണ്ണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 തരം മുറിവുകൾ സംഭവിക്കാത്ത ഒന്നിനെയാണ് പൂർണ്ണത എന്ന് പറയുന്നത്. ദേശത്താൽ മുറിയാത്തത്, കാലത്താൽ മുറിയാത്തത്, വസ്തുവിനാൽ മുറിയാത്തത്. അതിന് പറയുന്ന പേര് ത്രിവിധ പരിച്ഛേദ ശൂന്യം എന്നാണ്. ദൈവത്തിന്റെ മറ്റൊരു പര്യായമാണ്, നിർവചനമാണ് ത്രിവിധ പരിച്ഛേദ ശൂന്യം. 3 പ്രകാരത്തിലുള്ള പരിച്ഛേദം എന്ന് പറഞ്ഞാൽ മുറിവുകൾ. 3 പ്രകാരത്തിലുള്ള മുറിവുകൾ ഇല്ലാത്ത യാതൊരു സത്തയുണ്ടോ ആ സത്തയെ ദൈവം എന്ന് പറയുന്നു. ഒന്നാമത്തെ മുറിവ് എന്താണ്? ദേശപരിച്ഛേദമായിരിക്കരുത്, ദേശത്താൽ മുറിയരുത്. രണ്ടാമത്തെ മുറിവ് എന്താണ്? കാലത്താൽ മുറിയരുത്. മൂന്നാമത്തെ മുറിവ് എന്താണ്? വസ്തുവിനാൽ മുറിയരുത്, ചിഹ്നമാക്കപ്പെടരുത്. അപ്പോ നമ്മൾ ഇന്ന് കാണുന്ന എല്ലാം തന്നെ ഈ 3 മുറിവുകൾ സംഭവിച്ച ഒന്നാണ്. ദൈവത്തിൽ ഈ 3 മുറിവുകളില്ല. ഉദാഹരണത്തിന്, ദൈവം ദേശത്താൽ പരിച്ഛിന്നമാക്കപ്പെട്ട ഒന്നല്ല. അതായത് ദൈവം ഭാരതത്തിലേ ഉള്ളൂ, അമേരിക്കയിലില്ല എന്ന് പറഞ്ഞാൽ ദേശത്താൽ പരിച്ഛിന്നമാക്കപ്പെട്ടു. ദൈവം ഭൂമിയിലേ ഉള്ളൂ, ചൊവ്വയിലില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ദേശത്താൽ പരിച്ഛിന്നമാക്കപ്പെട്ടു. ഇന്ന ദേശത്തിലുണ്ട്, ഇന്ന ദേശത്തിലില്ല എന്ന് പറയുന്നതാണ് ദേശത്താൽ പരിമിതമാക്കപ്പെടുക. ഇനി ദൈവം 2000 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ദൈവമില്ല എന്ന് പറഞ്ഞാലോ? കാലത്താൽ പരിച്ഛിന്നമാക്കപ്പെട്ടു. 2000 കൊല്ലം മുമ്പ് ദൈവം ഉണ്ടായിരുന്നു, പിന്നീട് ദൈവം സൃഷ്ടികർമ്മമൊക്കെ നടത്തി എവിടെയോ പോയി എന്ന് പറഞ്ഞാൽ കാലത്താൽ പരിച്ഛിന്നമാക്കപ്പെട്ടു. ദൈവം ആ കാലത്തിലുണ്ട്, ഈ കാലത്തിലില്ല. ഇനിയോ ദൈവം ഈ വസ്തുവിലുണ്ട്, വിശേഷമായൊരു ശുദ്ധിയുള്ള വസ്തുവിൽ മാത്രമേ ദൈവം കുടികൊള്ളൂ. അശുദ്ധമായ മറ്റു വസ്തുക്കളൊന്നും ദൈവം ഉണ്ടാവില്ല. ആരാധനാലയത്തിൽ മാത്രമേ ദൈവം ഉണ്ടാവൂ. ബാക്കി സ്ഥലങ്ങളിലൊന്നും, താഴ്ന്ന ജാതിക്കാരന്റെ മാടയിലൊന്നും ദൈവം ഉണ്ടാവില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു വസ്തുവിൽ ദൈവമുണ്ട്, മറ്റേ വസ്തുവിൽ ദൈവമില്ല എന്ന് പറഞ്ഞാൽ വസ്തുവിനാൽ പരിമിതമാക്കപ്പെട്ടു. അപ്പൊ വസ്തുവിനാൽ പരിച്ഛിന്നമാക്കപ്പെട്ട ഒന്ന് പൂർണ്ണനല്ല, ദൈവമല്ല. അപ്പൊ നോക്കൂ, നാം ഇന്ന് കാണുന്ന എല്ലാം തന്നെ, ഏതൊരു വസ്തുവും അത് അപൂർണമാണ്. കാരണം പൂർണ്ണതയുടെ ഈ മാനദണ്ഡം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏത് വസ്തുവാണ് സകല ദേശങ്ങളിലും വ്യാപിച്ചിരിക്കുന്നത്? ഏത് വസ്തുവാണ് സകല കാലങ്ങളിലും വ്യാപിച്ചിരിക്കുന്നത്? ഏത് വസ്തുവാണ് സകല വസ്തുക്കളിലും വ്യാപിച്ചിരിക്കുന്നത്? നമുക്കറിയാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ നാം ഇന്ന് അനുഭവിക്കുന്ന എല്ലാം തന്നെ അപൂർണമാണ്.
ഇനി നമ്മുടെ ഉള്ളിലുള്ള അപൂർണതാബോധമുണ്ട്. ഈ അപൂർണതാബോധവും ഈ 3 കാര്യങ്ങളെ കൊണ്ടാണ് വരുന്നത്. ഞാൻ സർവദേശങ്ങളിലുമില്ല, ഞാൻ സർവകാലങ്ങളിലുമില്ല, ഞാൻ കാലത്താൽ പരിമിതമാക്കപ്പെടുന്നു. എൻ്റെ ആയുസ്, എൻ്റെ അധികാരപരിധി, എൻ്റെ വ്യക്തിബന്ധങ്ങൾ, എൻ്റെ സ്നേഹമെല്ലാം കാലത്താൽ പരിമിതമാക്കപ്പെട്ടതാണ്. നാം ഒരു വ്യക്തിയെ ഒരുപാട് സ്നേഹിക്കുന്നു, ആ വ്യക്തി എന്നെയും ഒരുപാട് സ്നേഹിക്കുന്നു. ആ സ്നേഹം അനന്തകാലമായി നിലനിൽക്കുവാൻ നാം ആഗ്രഹിക്കുന്നു. ആ സ്നേഹം അനന്തകാലമായി നിലനിന്നാൽ അതിനെ പൂർണ്ണത എന്ന് പറയാൻ സാധിക്കും. പക്ഷെ ഏതെങ്കിലും ഒരു സ്നേഹം അനന്തകാലമായി നിലനിൽക്കുന്നുണ്ടോ? നോക്കൂ, എല്ലാം തന്നെ കാലത്താൽ പരിമിതമാക്കപ്പെടുന്നു. ഒരു കാലം വരെ ഉണ്ടാകും, ആ കാലം കഴിഞ്ഞാൽ അസ്തമിക്കുന്നു. എത്ര വലിയ സ്നേഹമാണ് എനിക്ക്. ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ സ്നേഹബന്ധമാണെങ്കിൽ കൂടിയും കാലത്തെ ജയിക്കുവാൻ കഴിയില്ല. വ്യക്തിബന്ധങ്ങള്, നാം സ്ഥാപിക്കുന്ന വ്യക്തിബന്ധങ്ങൾ, ഇവയെല്ലാം കാലത്താൽ മുറിവ് സംഭവിക്കുന്നതാണ്. ഏത് വ്യക്തിബന്ധമാണ് കാലത്തെയും മറികടന്ന് മുന്നോട്ട് പോയത്? ഒരു വ്യക്തിബന്ധങ്ങളുമില്ല. ഒരു കാലത്ത് നമ്മളിൽ നിന്ന് അകലില്ല എന്ന് നമ്മുടെ കൂടെ ഉറച്ചു നിൽക്കും എന്ന് കരുതുന്ന ആളുകൾ എത്ര പെട്ടെന്നാണ് നമ്മളിൽ നിന്ന് ഈസിയായിട്ട് അകന്നു പോയത്. അവരുടെ ആരുടെയും അഡ്രസ്സോ വിവരമോ കാര്യമോ നമുക്കില്ല. അപ്പൊ നമ്മുടെ ഉള്ളിൽ നാം അനുഭവിക്കുന്ന അപൂർണത പോലും ദേശത്താലോ കാലത്താലോ വസ്തുവിനാലോ പരിച്ഛിന്നമാക്കപ്പെട്ടതാണ്. അപ്പൊ വസ്തുവിൽ നമുക്ക് ഇന്ന വസ്തുക്കളിൽ മാത്രമേ അധികാരമുള്ളൂ. ഒരു 10 സെന്റ് വസ്തുവിൽ നമുക്ക് അധികാരമുണ്ട്, അപ്പുറത്തെ 10 സെന്റ് വസ്തുവിൽ നമുക്ക് അധികാരമില്ല. പോട്ടെ, ഒരു 10 ഏക്കർ വസ്തുവിൽ അധികാരമുണ്ട്, അപ്പുറത്തെ 10 ഏക്കർ വസ്തുവിൽ നമുക്ക് അധികാരമില്ല. പോട്ടെ, ഈ രാജ്യം മുഴുവൻ നമ്മുടെ അധികാരത്തിലാണ്. ഈ ഭൂമി നമ്മുടെ അധികാരത്തിലാണ്, മറ്റേ ഗ്രഹത്തിന് അധികാരമില്ല. അങ്ങനെ ഏത് വസ്തുവിനെ എടുത്തു നോക്കിയാലും വസ്തുവിനാലും നാം പൂർണ്ണനല്ല. അപ്പൊ നമ്മുടെ ഉള്ളിൽ നാം അനുഭവിക്കുന്ന അപൂർണതകൾ പോലും ദേശകാല വസ്തുക്കളാലാണ് അത് ബാധിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ പൂർണ്ണത എന്ന് പറയുമ്പോൾ നമുക്ക് നിസ്സംശയം മനസ്സിലാക്കാം, ദേശകാല വസ്തു അപരിച്ഛിന്നമായ ഏതെങ്കിലും ഒരു വസ്തു ഉണ്ടോ? ദേശകാല വസ്തു അപരിച്ഛിന്നമായ വസ്തു എന്ന് പറയുമ്പോൾ ഈശ്വരൻ ദേശത്തിലല്ല നിൽക്കുന്നത്. ഈശ്വരൻ ഒരു ദേശത്തിലുമല്ല നിൽക്കുന്നത്, മറിച്ച് ദേശം എന്ന് പറയുന്ന കൺസെപ്റ്റ്, സങ്കല്പം, അത് ഈശ്വരനിൽ കുടികൊള്ളുന്നു. കാലം, ഈശ്വരൻ കാലത്തിലല്ല നിൽക്കുന്നത്, മറിച്ച് കാലം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഈശ്വരനിൽ കുടികൊള്ളുന്നു. ഈശ്വരൻ ഏതെങ്കിലും വസ്തുക്കളിലല്ല നിലനിൽക്കുന്നത്, ആ വസ്തുക്കൾ ഈശ്വരനിൽ കുടികൊള്ളുന്നു. ഇതിനെയാണ് പൂർണ്ണത എന്ന് പറയുന്നത്. ഇനി നമ്മുടെ യുക്തി ഉപയോഗിച്ച് നമ്മൾ ചിന്തിക്കൂ, പൂർണ്ണത ഇങ്ങനെയാണെങ്കിൽ, ഇപ്രകാരമാണ് ദൈവത്തിന്റെ നിർവചനമെങ്കിൽ 2 ദൈവങ്ങൾ ഉണ്ടാകാൻ തരമുണ്ടോ? 2 ദൈവങ്ങൾ ഉണ്ടെങ്കിൽ എന്തു സംഭവിക്കും? ദേശത്താൽ പരിച്ഛിന്നമാക്കപ്പെടും. കാരണം 2 ദൈവങ്ങൾക്കും ഒരു സ്പേസ് വേണം. ഒരു ദൈവം ഇവിടെ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അപ്പുറത്ത് ആ മറ്റേ ദൈവത്തിന് ഇരിക്കാൻ അപ്പുറത്തൊരു സ്ഥലം വേണമല്ലോ. അപ്പൊ ഈ ദൈവമുള്ള സ്ഥലത്ത് ആ ദൈവമില്ല, ആ ദൈവമുള്ള സ്ഥലത്ത് ഈ ദൈവമില്ല. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ദേശത്താൽ വസ്തുവിനാൽ പരിച്ഛിന്നമാക്കപ്പെടുന്നു. അപ്പൊ ദേശത്താൽ വസ്തുവിനാൽ പരിച്ഛിന്നമാക്കപ്പെടുന്ന ഒന്നും തന്നെ ദൈവമല്ല, പൂർണ്ണനല്ല. ഇത് നമ്മൾ ഈ ഒരു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ പഠിച്ചു. അപ്പൊ ഒരു പ്രകാരത്തിലും 2 സത്തകൾ, 2 പൂർണ്ണന്മാർ ഉണ്ടാകാൻ തരമില്ല. ടോട്ടൽ -1 എന്നൊരു തിയറി ഇല്ല, ടോട്ടലേ ഉള്ളൂ. 2 പൂർണ്ണന്മാർ ഒരിക്കലും, 2 പൂർണ്ണന്മാർ ഉണ്ടായി കഴിഞ്ഞാൽ 2 ഉടനെ തന്നെ എന്തായിട്ട് മാറും? അപൂർണന്മാരായിട്ട് മാറും. അതുകൊണ്ട് സത്ത ഏകമാണ്, ഒരൊറ്റ സത്തേ ഉള്ളൂ. ഈ ആശയം ആരാൽ വെളിവാക്കപ്പെട്ടു? തത്വനിഷ്ണാതന്മാരായ, വിമർശ വിശദാശയന്മാരായ, ഈശ്വര സാക്ഷാത്കാരം നേടിയ ഋഷീശ്വരന്മാരാൽ വെളിവാക്കപ്പെട്ടു. ആ ഋഷീശ്വരന്മാർ എന്തു പറഞ്ഞു? ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ എന്ന് പറഞ്ഞു. അത് പൂർണ്ണനാണ്. ഏത്? ത്രിവിധ പരിച്ഛേദ ശൂന്യത്വത്തോടു കൂടിയ, 3 പ്രകാരത്തിലുള്ള മുറിവുകൾ ഇല്ലാത്ത ഈശ്വരൻ
ഭഗവാൻ പൂർണ്ണനാണ്. ഇതും പൂർണ്ണമാണ്. എന്ത്? ദേശകാല വസ്തുക്കളാകുന്ന ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചവും പൂർണ്ണമാണ്. അതെങ്ങനെ ശരിയാകും? ഈ പ്രപഞ്ചം അപൂർണമല്ലേ? ദേശകാല വസ്തുക്കളാൽ പരിമിതമാക്കപ്പെടുന്നില്ലേ? ഈ പ്രപഞ്ചവും പൂർണ്ണമാണെന്ന് ഋഷിമാർ പറയുകയാണ്. എന്തുകൊണ്ട്? വാസ്തവത്തിൽ പ്രപഞ്ചമായി പരിരസിക്കുന്നത് ആരാണ്? ഈശ്വരൻ തന്നെയാണ്. ഈ കാണപ്പെടുന്ന പ്രപഞ്ചം ഈശ്വരനിൽ അധ്യസ്ഥമായതാണ്. നമ്മൾ ദർശനമാലയുടെ ആദ്യ 2 അധ്യായങ്ങളിൽ ഈ വിഷയം പഠിച്ചിരുന്നു. രാത്രി മന്ദപ്രകാശത്തിൽ നടന്നു പോകുന്നു, കയറ് കണ്ടു, പേടിച്ചു, പാമ്പാണ് തെറ്റിദ്ധരിച്ചു. ആ കയറിൽ നിന്ന് പാമ്പ് ഉത്പന്നമായോ? ഉത്പന്നമായി. വസ്തുതഃ ആ പാമ്പായിട്ട് ആരാണ് പരിലസിക്കുന്നത്? ആ കയറ് തന്നെയാണ്. പാമ്പ് എന്ന് പറയുന്ന വസ്തു, ദേശകാല വസ്തുക്കൾപ്പെട്ട വസ്തു അവിടെ ഉണ്ട്. ആ വസ്തുവായിട്ട് കാണപ്പെടുന്നതും കയറ് തന്നെയാണ്. അപ്പൊ കയറാണ് അവിടെയുള്ളത്, കയറാണ് ഇവിടെയും ഉള്ളത്. അതേപോലെ തന്നെ പൂർണ്ണത മാത്രമാണ് അവിടെയും ഉള്ളത്, പൂർണ്ണത മാത്രമാണ് ദേശകാല വസ്തുക്കളായി ഇവിടെയും പ്രോജ്വലിക്കുന്നത്. ഇവിടെ സത്ത ഒന്നേ ഉള്ളൂ എന്ന് നമുക്ക് ഈ ആശയത്തിലൂടെ മനസ്സിലായി. പിന്നെ എന്തുകൊണ്ടാണ് അനേക ദേവതാഭാവങ്ങളെ കുറിച്ച് പറയുന്നത്? ഈ കാര്യങ്ങൾ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തതാണ്. അനേക ദേവതാഭാവങ്ങളെ കുറിച്ച് പറയുന്നത് ഹിന്ദുമതത്തിന്റെ ദേവതാ കൺസെപ്റ്റാണ്. ഹിന്ദുമതത്തിലെ ദേവത എന്ന് പറയുമ്പോൾ ഓരോ പ്രപഞ്ച പ്രതിഭാസങ്ങൾക്കും പുറകിലുള്ള നിയമങ്ങളെയാണ് ദേവത എന്ന് പറയുന്നത്. നമ്മൾ ഈ ആശയം ഇതിനു മുമ്പ് പലതവണ ചർച്ച ചെയ്തതാണ്. ഒന്നുകൂടി പറയാം. ഒരു നദി ഒഴുകുന്നു. ആ നദി ഒഴുകണമെങ്കിൽ ഒരു പ്രാപഞ്ചിക നിയമം വേണം. ചുമ്മാ നദി ഒഴുകില്ല. അതിന്റെ പ്രതലത്തിന് ചരിവ് വേണം. അതിലെ ജലം, ഇത്ര ജലം അതിന് വേണം. അതിന് ഗതി, വേഗത, ഒരുപാട് ഘടകങ്ങൾ ചേർന്ന് കഴിഞ്ഞാലേ ആ നദി ഒഴുകും. സ്ഥൂലവും സൂക്ഷ്മവുമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ വേണം. ഈ ഘടകങ്ങളെല്ലാം ചേർത്ത് നമുക്ക് എന്ത് പറയാം? ആ നദിയെ നദിയാക്കുന്ന പ്രാപഞ്ചിക നിയമം എന്ന് പറയാം. ആ നിയമത്തെ ഒരു പൗരാണിക ഭാഷയിൽ എന്തു പറയുന്നു? ഗംഗാദേവി, യമുനാദേവി, സരസ്വതി ദേവി. ഒരു സമുദ്രം സമുദ്രമായി നിലനിൽക്കണമെങ്കിൽ ഒരു നിയമം വേണം. ആ നിയമത്തെ എന്ത് പറയാം? വരുണൻ എന്ന് പറയാം. മഴ പെയ്യുന്നു. ചുമ്മാ മഴ പെയ്യുമോ? മഴ പെയ്യണമെങ്കിൽ ഒരു പ്രാപഞ്ചികമായിരിക്കുന്ന നിയമം. ആ നിയമത്തെ നമ്മൾ എന്ത് പറയുന്നു? ഇന്ദ്രൻ എന്ന് പറയും. അങ്ങനെ എല്ലാ പ്രപഞ്ച പ്രതിഭാസങ്ങളെയും ഓരോ ദേവന്മാരായിട്ട് സങ്കല്പിച്ചു. എന്നിട്ടോ ആ പ്രപഞ്ച പ്രതിഭാസങ്ങളുമായി നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒരു ബന്ധമുണ്ടാകുവാൻ വേണ്ടി, കാരണം പ്രപഞ്ചത്തിന്റെ താളത്തോട് ചേർന്നിരിക്കുന്ന നമ്മുടെ വ്യക്തി ജീവിതം, ആ ഒരു ഉദാത്തമായ ആശയത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി ആ നിയമങ്ങളെ ദേവതകളാക്കി സങ്കല്പിച്ച് ആ ദേവതകളുമായി നമ്മുടെ ജീവിതത്തെ, വ്യക്തി ജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും ബന്ധപ്പെടുത്തി ഒരു സംസ്കാരം ആവിർഭവിച്ചു, ഒരു ജീവിത രീതി ആവിർഭവിച്ചു. അപ്പൊ ഇതാണ് ഹിന്ദുമതത്തിൽ കാണുന്ന വൈവിധ്യങ്ങളായ ദേവതാഭാവങ്ങൾ. ഒരു കുടുംബത്തിന്, ആ കുടുംബത്തിന് ഒരു കുടുംബ ദേവത ഉണ്ടായിരിക്കും, ഭരദേവത ഉണ്ടായിരിക്കും, ഒരു നാടിനൊരു ഒരു ദേവത ഉണ്ടായിരിക്കും, ഈ ദേശത്തെ തന്നെ ഒരു ദേവതയായിട്ട് കാണുന്നു. അപ്പൊ അതെന്തിനാണ്? അത് ഈ പ്രാപഞ്ചിക താളവുമായിട്ട് നമ്മുടെ വ്യക്തി ജീവിതത്തെ ബന്ധപ്പെടുത്തുവാൻ വേണ്ടി പൂർവികർ ചിട്ടപ്പെടുത്തിയാണ്. എന്നാൽ ഈ ദേവതാഭാവങ്ങളിലൂടെ എല്ലാം പരിരസിക്കുന്നത് ഒരേ ഒരു സത്യമാണ് എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വാമി തൃപ്പാദങ്ങളും അതേ ആശയം തന്നെയാണ് ഉദ്ഘോഷിക്കുന്നത്. സർവം ഹി സച്ചിദാനന്ദം നേഹനാനാസ്തി കിഞ്ചന. ഇവിടെ പലതില്ല എന്ന് പറയുന്നു. ആരാണോ ഇവിടെ പലതുള്ളതായിട്ട് കാണുന്നത്, സഹ മൃത്യോഹോ മൃത്യുമാപ്നോതി, അവൻ മരണത്തിൽ നിന്നും മരണത്തിലേക്ക് പോകുന്നു. ഇനി ഇവിടെ നമ്മൾ അടുത്ത ശ്ലോകത്തിന്റെ ഭാഗത്തിൽ ഒരു കാര്യം കൂടി ചർച്ച ചെയ്യാം. ശ്ലോകം 64. വിഭിന്നമതഭാജസ്തു സർവേ സ്വമത നിശ്ചിത ഏകോ ദേവ ഇതി പ്രാഹു ഏകത്വം സർവസമ്മതം. ഒന്നുകൂടി ചൊല്ലാം. വിഭിന്നമതഭാജസ്തു സർവേ സ്വമത നിശ്ചിത ഏകോ ദേവ ഇതി പ്രാഹു ഏകത്വം സർവസമ്മതം.
വിഭിന്ന മതജാത സർവേ, ഭിന്ന മതങ്ങളെ അവലംബിക്കുന്ന എല്ലാവരും സ്വമത നിശ്ചിതാഹ ദേവ ഏക ഇതി പ്രാഹു. അവനവന്റെ മതത്തിൽ പറഞ്ഞിരിക്കുന്ന ഈശ്വരൻ ഒന്നാണെന്ന് പറയുന്നു. ഏകത്വം സർവസമ്മതം. അങ്ങനെ നോക്കിയാലും ഈശ്വരന്റെ ഏകത്വം എല്ലാവർക്കും സമ്മതമായിട്ടുള്ളതാണ്. അപ്പൊ എന്താണ് ശ്ലോകത്തിന്റെ അർത്ഥം? ഓരോ മത അനുയായികളും ദൈവം ഒന്നേയുള്ളൂ, അത് തന്റെ മതത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ദൈവമാണെന്ന് പറയുന്നു. ഏതായാലും എല്ലാവർക്കും ദൈവം ഒന്നു തന്നെയാണ് എന്ന് പരക്കെ സമ്മതമായിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒരു വ്യംഗ്യാർത്ഥത്തിൽ ഗുരു പറയുകയാണ്, സർവേ സ്വമത നിശ്ചിത ദേവ ഏക ഇതി. ഓരോരുത്തർ പറയുന്നു ദൈവം ഒന്നാണ്. ആ ദൈവം ഏതാണ്? എന്റെ മതത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവം ഒന്നാണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമുക്കിവിടെ ഈശ്വരന്റെ ഏകത്വം, ഈശ്വരൻ ഒന്ന് എന്നുള്ള ആശയം നാം പഠിക്കുമ്പോൾ ഒരിക്കലും തന്നെ ഇന്ന് നിലനിൽക്കുന്ന സെമിറ്റിക് മതങ്ങൾ പറഞ്ഞിരിക്കുന്ന ഏകദേവതാവാദം, ഏകദൈവ വിശ്വാസം, ആ വിശ്വാസവുമായി ചേർത്ത് വെച്ച് ഗുരുവിന്റെ ഏകദൈവ ദർശനത്തെ മനസ്സിലാക്കരുത്. സെമിറ്റിക് മതങ്ങൾ പറയുന്ന ഏകദൈവവാദവും സ്വാമി തൃപ്പാദങ്ങൾ ഉദ്ഘോഷിക്കുന്ന ഏകദൈവ ദർശനവും രണ്ടാണ്. കാരണം ഏകദൈവവാദം എന്താണ്? ഏകദൈവവാദം എന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു ദൈവമുണ്ട്. ആ ദൈവം ഏകനാണ്. അത് എൻ്റെ മതത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവമാണ്. ആ ദൈവമല്ലാതെ മറ്റെല്ലാ ഈശ്വര സങ്കല്പങ്ങളെയും ഞാൻ എതിർക്കും. ഇതാണ് ഏകദൈവവാദം. എന്നാൽ ഗുരുവിന്റെ ഏകദൈവവാദം എന്നുള്ളത് ഏകമേവ അദ്വിതീയമാണ്. ദൈവം ഏകമാണെന്ന് മാത്രമല്ല, ദൈവമല്ലാതെ മറ്റൊന്നില്ല. ഉള്ളതെന്തോ അതാണ് ദൈവം. ഇവിടെ ഈ നമ്മുടെ മുമ്പിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന എല്ലാം തന്നെ ശിവശിവ നിൻ തിരുനാമം ഓർത്ത് കണ്ടാൽ എന്ന് ഗുരു പറയുന്നു. നമ്മുടെ മുമ്പിൽ കാണപ്പെടുന്ന കത്തിജ്വലിച്ചു നിൽക്കുന്ന എല്ലാം തന്നെ എന്താണ്? ഈശ്വരന്റെ പ്രകടിത ഭാവങ്ങളാണ്. ഈശ്വരൻ അല്ലാത്ത മറ്റൊന്നും ഇവിടെയില്ല. ഭൂമി എന്ന് പറയുന്ന ഉപാധിയെ സ്വീകരിച്ച് ഭൂമിയായിട്ട് ഭഗവാൻ കാണുന്നു. ജലം എന്ന് പറയുന്ന ഉപാധിയെ സ്വീകരിച്ച് ജലമായിട്ട് കാണുന്നു. അഗ്നി എന്ന് പറയുന്ന ഉപാധിയെ സ്വീകരിച്ച് അഗ്നിയായിട്ട് കാണുന്നു. അങ്ങനെ നമ്മുടെ മുമ്പിൽ കാണപ്പെടുന്ന എല്ലാം തന്നെ ഈശ്വരനാണ്. അതുകൊണ്ടാണ് ഋഷീശ്വരന്മാർ പൂർണ്ണമിതം എന്ന് പറയുന്നത്. ഇതം അഭിപൂർണം. ഈ കാണപ്പെടുന്ന പ്രപഞ്ചവും ഈശ്വരൻ തന്നെ എന്ന് പറയുന്നു. അതാണ് ഏകദൈവവാദം. അതായത് ഈശ്വര സത്തയല്ലാത്ത മറ്റൊന്നും തന്നെയില്ല. മറ്റെല്ലാം ഈശ്വരനിൽ അധ്യസ്ഥമാണ്. എന്നാൽ സെമിറ്റിക് മതങ്ങൾ പറയുന്ന ഏകദൈവവാദം ഈ കാണപ്പെടുന്ന സൃഷ്ടികളെല്ലാം അപൂർണമാണ്. ഒരു സൃഷ്ടിക്കും പൂർണ്ണതയില്ല. അതുകൊണ്ട് സൃഷ്ടികളെ നമ്മൾ ആരാധിക്കരുത്. സൃഷ്ടികൾ ആരാധനയ്ക്ക് അർഹമല്ല. മറിച്ച് അവയെല്ലാം സൃഷ്ടിച്ച ഒരു സ്രഷ്ടാവുണ്ട്. ആ സ്രഷ്ടാവാണ് പൂർണ്ണൻ. ആ സൃഷ്ടാവിന്റെ സ്ഥാനം എവിടെയാണ്? ഏതോ ഒരു കാലത്തിൽ ഏതോ ഒരു ദേശത്തിൽ ആ സൃഷ്ടാവ് വസിക്കുന്നു. ഇത് ഏകദേവതാ വിശ്വാസം സെമിറ്റിക് മതങ്ങൾ പറയുന്നത് ഏകദൈവ വിശ്വാസം. അപ്പൊ നമ്മൾ ഗുരുവിന്റെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് കാണുമ്പോൾ ഒരു ദൈവം എന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് ഇന്നത്തെ ലോകത്ത് പല മതങ്ങളും പറയുന്ന ഒരു ദൈവം എന്നുള്ള വാദത്തെയാണ്. ആ ഒരു ദൈവം എന്നുള്ള വാദത്തിന് ഇതുമായിട്ട് വലിയ ബന്ധമില്ല. സ്വാമി തൃപ്പാദങ്ങൾ മുന്നോട്ട് വെക്കുന്നത് സർവ പ്രപഞ്ചമായിട്ടും സർവ്വതായിട്ടും കാണപ്പെടുന്നത് ഈശ്വരൻ തന്നെയാണ്. ഈശ്വരനല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല എന്ന ഉയർന്ന ഏകദൈവ ദർശനമാണ്. അപ്പൊ ഈ ആശയത്തെ നമ്മൾ ഇതിനു മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ ആശയത്തെ മനസ്സിലാക്കി വെക്കുക. അപ്പൊ എന്നിരുന്നാലും എല്ലാ മതങ്ങളും എൻ്റെ മതത്തിൽ പറയപ്പെട്ടിട്ടുള്ള ദൈവം ഒന്നാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ശ്ലോകം 65 പറയുന്നു, ദേവേദിത്വം ബഹുത്വം വാ ന കസ്യാപി മതേ മതം ജാത്യേകത്വം മതൈകത്വം ദേവൈകത്വം തദേഷ്യതേ. ദേവേ ദിത്വം ബഹുത്വം വാ കസ്യാപി മതേ ന മതം. ഈശ്വരൻ രണ്ടാണെന്ന് അഥവാ അനേകമാണെന്ന് ഒരു മതത്തിലും പറയുന്നില്ല. യഥാ ജാത്യേകത്വം മതേകത്വം തഥാ ദൈവേകത്വം ഈശ്യതേ. എങ്ങനെയാണോ ജാതികൾ ഒന്നാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്, അതേപോലെ മതങ്ങൾ ഒന്നാണെന്ന് പറയാൻ സാധിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ
ഈശ്വരനും ഒന്നാണെന്ന് പറയേണ്ടി വരും. ഈശ്വരനും ഒന്നാണെന്ന് പറയണം എന്ന് ഗുരു പറയുകയാണ്. ദൈവം രണ്ടെന്നോ അനേകമെന്നോ ഒരു മതത്തിലും പറഞ്ഞു കാണുന്നില്ല. ജാതിയും മതവും ഒന്നായിട്ട് വരുമ്പോൾ ദൈവവും ഒന്ന് തന്നെയാണെന്ന് ശ്രദ്ധിക്കുന്നു എന്ന് പറയും. അപ്പൊ ഇതെല്ലാം കേട്ട് ശിഷ്യന്മാർ ലാസ്റ്റ് പറയുകയാണ്, ജാതിർമതസ്യ ദേവസ്യാപി ഏകത്വം സമ്യഗീരിതം സാമാന്യധർമ്മം മർത്യാനാം ബ്രൂഹി ധർമ്മവിദാംബരഃ. ജാതേഹേ മതസ്യ ദേവസ്യ അപി ഏകത്വം സമ്യക് ഈരിതം. ജാതിയുടെയും മതത്തിന്റെയും ഈശ്വരന്റെയും ഏകത്വം അഥവാ ഒന്നെന്നുള്ള അവസ്ഥ സമ്യക് ഈരിതം നല്ലവണ്ണം പറയപ്പെട്ടു, അങ്ങയാൽ നല്ലവണ്ണം പറയപ്പെട്ടു. ഇനി ഞങ്ങൾക്ക് എന്താണ് അറിയേണ്ടത്? ഇനി ഞങ്ങൾക്ക് അറിയേണ്ടത് മർത്യാനാം മനുഷ്യരുടെ സാമാന്യ ധർമ്മം ബ്രൂഹി, സാമാന്യമായ ധർമ്മത്തെ പറഞ്ഞു തരൂ. ധർമ്മവിദാംബര, ശ്രേഷ്ഠനായ ധർമ്മജ്ഞനായ ഗുരു. അപ്പോൾ ഞങ്ങൾക്ക് ആശയപരമായിട്ട് ഈ ലോകത്ത് കാണപ്പെടുന്ന വൈരുദ്ധ്യങ്ങളും ആ വൈരുദ്ധ്യങ്ങളുടെ കാരണങ്ങളും മനസ്സിലായി. ആ വൈരുദ്ധ്യങ്ങളെ എങ്ങനെ നിവാരണം ചെയ്ത് ഇവയെ ഏകത്വത്തിലേക്ക് ഉയർത്തണം എന്നുള്ളതും അങ്ങയാൽ പറയപ്പെട്ടു. ഇനി ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ധാർമ്മികമായി ഞങ്ങൾക്ക് ഉയരുവാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ അനുഷ്ഠിക്കണം. അതുകൊണ്ട് സാമാന്യ ധർമ്മത്തെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞുകൊണ്ട് ഈ രണ്ടാമത്തെ അധ്യായം ഉപസംഹരിക്കുകയാണ്. അടുത്ത ക്ലാസ് മുതൽ നമുക്ക് മൂന്നാമത്തെ അധ്യായം ശ്രമിക്കാം.